ലെബനനിലെ പേജർ സ്ഫോടന പരമ്പരയിൽ മരണസംഖ്യ ഉയരുമ്പോൾ തായ്വാൻ പേജർ നിർമ്മിച്ച തായ്വാൻ കമ്പനിയുടെ ഉടമയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ വലിയ നിർണായകമായി മാറുന്നു. ഈ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ലോകം മുഴുവൻ കരുതുമ്പോഴും ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഈ പേജർ നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന തായ്വാൻ കമ്പനിയാണ്. ഈ പൊട്ടിത്തെറിച്ചതിൽ ഉള്ള പേജറുകൾ ഗോൾഡ് അപ്പോളോയുടെ AR-924 എന്ന് പറയുന്ന ഒരു പേജറാണ്. ഇപ്പോൾ അതിൻ്റെ കമ്പനിയുടെ ഉടമ ഹസു ചിങ് കുവാങ് പറയുന്നത് തൻ്റെ കമ്പനി 3 വർഷം മുമ്പ് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു യൂറോപ്യൻ വിതരണക്കാരനുമായി കരാർ ഒപ്പിട്ടിരുന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം തങ്ങളുടെ കയ്യിൽ നിന്ന് പേജറുകൾ വാങ്ങി ഈ യൂറോപ്യൻ വിതരണക്കാരൻ മറ്റു രാജ്യങ്ങളിലും മറ്റിടങ്ങളിലും വിതരണം ചെയ്യുകയായിരുന്നു. പിന്നീട് തങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് അവകാശം, തങ്ങളുടെ കമ്പനിയുടെ പേര് ഉപയോഗിക്കാനുള്ള അവകാശവും ആ കമ്പനി നേടിയെടുത്തു എന്ന് പറയുമ്പോൾ 3 വർഷമായിട്ട് ഇസ്രായേലും മൊസാദും നിരന്തരം പരിശ്രമിച്ച് ഈ കമ്പനിയുടെ നിർമ്മാണം തന്നെ, പേജർ നിർമ്മാണം തന്നെ അവർ സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ഈ പേജർ നിർമ്മിച്ച യൂറോപ്യൻ കമ്പനിയാണ്. അത് ഈ പറയുന്ന ഗോൾഡ് അപ്പോളോ AR-924 എന്ന പേരിൽ തന്നെയാണ് അവർ വിതരണം ചെയ്തത്. അതായത് ഈ ഹമാസിൻ്റെയും ഇല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധരുടെയും ഭാഷയിൽ പറഞ്ഞാൽ ജൂതൻ നിർമ്മിച്ച് ജൂതൻ തന്നെ വിതരണം ചെയ്ത അതേ പേജർ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഹസു ചിങ് കുവാങ്ങിൻ്റെ ഈ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടാണ് നൽകുന്നത്. 3 വർഷം മുമ്പ് തൻ്റെ കമ്പനി പേജർ നിർമ്മിക്കാനുള്ള എല്ലാ അവകാശവും ഒരു യൂറോപ്യൻ കമ്പനിക്ക്, പേര് വെളുത്താത്ത യൂറോപ്യൻ വിതരണക്കാരൻ എന്നാണ് പറയുന്നത്, ആദ്യം വിതരണക്കാരനായി എത്തുന്നു. ഈ കമ്പനിയിൽ നിന്ന്, ഈ തായ്വാൻ്റെ ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ നിന്ന് പേജറുകൾ വാങ്ങുന്നു, അത് മറ്റിടങ്ങളിൽ വിതരണം ചെയ്യുന്നു. അതിനുശേഷം ഈ കമ്പനിയുടെ പേര് ഉപയോഗിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നു. അതിനുശേഷം പേജറുകൾ നിർമ്മിക്കുന്നു. ഏതായാലും പേജർ വന്ന വഴി വളരെ ക്ലിയറായി തന്നെ മുൻപോട്ട് പോകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.